يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ച് അവരെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് വസിയ്യത്ത് ചെയ്യുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ സംഭവിച്ചു പോയ സർവ്വ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ശിഷ്ടകാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിക്കാൻ പടച്ചവൻ ഏവരെയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ മാതാപിതാക്കൾ, ഗുരുനാഥന്മാർ, ബന്ധുമിത്രാദികൾ, സുഹൃത്തുക്കൾ മുഴുവൻ പേർക്കും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ്, കേരളത്തിലെ ഒരു ചലച്ചിത്ര നടി ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് വേണ്ടി മാധ്യമങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട സാന്ദ്ര തോമസ് എന്ന് പറയുന്ന ഒരു നടിയെക്കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ടാവും. സാധാരണ പത്രക്കാരുടെ മുമ്പിൽ, ചാനലുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ ആയിരുന്നില്ല അവർ പ്രത്യക്ഷപ്പെട്ടത്. പരക്കെ അറിയപ്പെടുന്ന ഇസ്ലാമിക വസ്ത്രധാരണം ധരിച്ചുകൊണ്ട്, പർദ്ദ ധരിച്ചുകൊണ്ടായിരുന്നു അവർ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നത്. അതിൻ്റെ കാരണമെന്ത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, എനിക്കുണ്ടായ മുൻ അനുഭവത്തിൻ്റെ പേരിൽ ഇവിടെ വരാൻ എനിക്ക് ഏറ്റവും യോജിച്ച വസ്ത്രവും ഏറ്റവും നല്ല വസ്ത്രവും ഇത് തന്നെയാണ് എന്നെനിക്ക് തോന്നിയതുകൊണ്ടും ഒരു പ്രതിഷേധത്തിൻ്റെ ഭാഗവും കൂടിയായിട്ടാണ് ഞാൻ ഈ പർദ്ദ ധരിച്ചുകൊണ്ട് വന്നത് എന്ന് സാന്ദ്ര തോമസ് പറഞ്ഞത് പത്രമാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു. മുസ്ലിം സ്ത്രീയുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട ചർച്ച ഒരുപക്ഷെ ഒരു മുൻവിധി എന്നോണം ഏത് സന്ദർഭങ്ങളിലും സമൂഹങ്ങൾക്കിടയിൽ വർഗീയത സൃഷ്ടിക്കുന്നതിനു വേണ്ടി, അങ്ങനെ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്നതിനു വേണ്ടി നിരന്തരമായി ഇസ്ലാമിൻ്റെ വസ്ത്രധാരണ ക്രമങ്ങളെയും ഇസ്ലാമിൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമായിട്ടാണ് സാംസ്കാരിക കേരളം കേട്ടത്. വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ്. മനുഷ്യ ചരിത്രം പരിശോധിക്കുമ്പോൾ മനുഷ്യൻ ഏറ്റവും ആദ്യം ഏർപ്പെട്ട തൊഴിൽ അത് കൃഷിയായിരുന്നു എന്ന് കാണാൻ കഴിയും. കൃഷിയും വേട്ടയുമായിരുന്നു മനുഷ്യ ചരിത്രം ആദ്യം പരിചയിച്ച തൊഴിൽ. കാരണം ആദ്യത്തെ മനുഷ്യന്റെ ആവശ്യം ഭക്ഷണമായിരുന്നു. രണ്ടാമത് മനുഷ്യൻ ഏർപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് നെയ്ത്തായിരുന്നു എന്ന് കാണാൻ കഴിയും. കാരണം മനുഷ്യന്റെ രണ്ടാമത്തെ ആവശ്യം വസ്ത്രമാണ്. മനുഷ്യന്റെ മൂന്നാമത്തെ ആവശ്യം എന്ന് പറയുന്നത് അവന് താമസിക്കാനുള്ള പാർപ്പിടമാണ്. വളരെ കൗതുകകരമായ ഒരു കാര്യം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകന്മാരുടെ അധ്വാനശീലത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നിടത്ത് അവിടെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. കാന ആദമു ഹറാസൻ വ ഇദ്രീസു ഹയ്യാത്തൻ വ നൂഹു നജ്ജാറൻ. ഒന്നാമത്തെ പ്രവാചകൻ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം കർഷകനായിരുന്നു. രണ്ടാമത്തെ പ്രവാചകൻ ഇദ്രീസ് അലൈഹിസ്സലാം നെയ്ത്തുകാരനായിരുന്നു. വ നൂഹു നജ്ജാറൻ. മൂന്നാമത്തെ പ്രവാചകൻ, അല്ലെങ്കിൽ ആദ്യത്തെ റസൂൽ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആശാരിയായിരുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനുഷ്യന്റെ അടിസ്ഥാനപരമായ തൊഴിൽ ചെയ്തിരുന്നവരാണ് പ്രവാചകന്മാർ എന്നതിലുപരി മനുഷ്യന്റെ ഏറ്റവും പ്രാഥമികമായ കാര്യങ്ങൾ നിർവഹിക്കാൻ മനുഷ്യനെ അല്ലാഹു പരിശീലിപ്പിച്ചിരുന്നു എന്നതിൻ്റെ അടയാളം കൂടിയാണ് പ്രവാചകന്മാരുടേതായി ചേർത്ത് പറഞ്ഞ ഈ ജീവിത വൃത്തികൾ.
വസ്ത്രം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമാണ്. ഇത് നമുക്കൊക്കെ ബോധ്യമുള്ള കാര്യവുമാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിധി പറയുമ്പോൾ അത് ആരാണോ ആദ്യം പാലിക്കേണ്ടത് അയാളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരിക്കും വിശുദ്ധ ഖുർആൻ ഒരു കാര്യം വിധി പ്രസ്താവനയായി നടത്തുക. ചില കാര്യങ്ങൾ പറയുമ്പോൾ അല്ലാഹു തആല സത്യവിശ്വാസികളെ മൊത്തത്തിൽ വിളിച്ചു പറയും, യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ്സിയാം. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടുന്നത് ഒന്നാമതായി നിങ്ങൾ സത്യവിശ്വാസികളായതുകൊണ്ട് നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു തആല വിശ്വാസികളെ വിളിച്ചുകൊണ്ട് മൊത്തത്തിൽ പറയുകയാണ്. ഇനി ഒരു നബിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അല്ലയോ പ്രവാചകരെ എന്ന് അഭിസംബോധന ചെയ്യും. യാ അയ്യുഹൻ നബിയു. ഇനി അതല്ല, പ്രവാചകന്റെ ഭാര്യയോട് പറയേണ്ട കാര്യമാണെങ്കിൽ ഖുർആന്റെ അഭിസംബോധന യാ നിസാഅൻ നബി, അല്ലയോ പ്രവാചകന്റെ സ്ത്രീകളെ എന്ന് പറഞ്ഞിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിസംബോധന ചെയ്യുന്നത്. പക്ഷെ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട്, ആദമിന്റെ സന്തതികളെ എന്ന് വിളിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ 5 കാര്യങ്ങൾ പല സന്ദർഭങ്ങളിലായി പറയുന്നുണ്ട്. ഈ 5 തവണയിൽ 3 പ്രാവശ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അഭിസംബോധന ചെയ്യുന്ന ഒരേ ഒരു കാര്യം മനുഷ്യർ മൊത്തത്തിൽ വസ്ത്രവുമായി ബന്ധപ്പെട്ട് അവർ പാലിക്കേണ്ടുന്ന കാര്യങ്ങളെ കുറിച്ചാണ്. ഞാൻ ആമുഖമായി ഓതുന്ന സൂറത്തുൽ അഅറാഫിലെ ആയത്തിൽ അല്ലാഹു തആല സൂചിപ്പിക്കുന്ന അതാണ്, യാ ബനി ആദം ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും വരീശാ വലിബാസുത് തഖ്വാ ദാലിക ഖൈർ ദാലിക മിൻ ആയാതില്ലാഹി ലഅല്ലഹും യദക്കറൂൻ. വിശുദ്ധമായ ഖുർആനിലെ നിർദ്ദേശം, നിങ്ങൾ നാണം മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണം. ഇങ്ങനെ ഖുർആൻ എവിടെയൊക്കെ പറയുന്നു അവിടെയൊക്കെയും വിശ്വാസികളെ എന്നോ പ്രവാചകരെ എന്നോ പ്രവാചകന്റെ ഭാര്യമാരെ എന്ന് വിളിച്ചല്ല പറയുന്നത്, മനുഷ്യരെ എന്ന് വിളിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കാര്യം നമ്മളെ ഉത്ബുദ്ധരാക്കുന്നതിന് വേണ്ടി അല്ലാഹു തആല അഭിസംബോധന ചെയ്യുന്നത്. കാരണം വസ്ത്രം ധരിക്കുന്നത് അത് വിശ്വാസി മാത്രമല്ല, ദൈവവിശ്വാസമില്ലാത്തവൻ തുണിയില്ലാതെ നടന്നാൽ അത് സമൂഹത്തിൽ പ്രശ്നമുണ്ടാകും. ഈശ്വരവിശ്വാസികളോ നിരീശ്വരവാദിയോ കറുത്തവനോ വെളുത്തവനോ അല്ല വസ്ത്രത്തിന്റെ മുമ്പിലുള്ള പ്രശ്നം. മനുഷ്യനാണ് യഥാർത്ഥത്തിൽ വസ്ത്രം ധരിക്കേണ്ടുന്നത്. അതുകൊണ്ട് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആന്റെ നിയമങ്ങൾ പരിശോധിച്ചാൽ അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് നാം ഉടുക്കുന്ന ഉടുപ്പിനെ കുറിച്ച്, വസ്ത്രങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തുന്നത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ലോകത്ത് വസ്ത്രം ധരിക്കുന്നത് അല്ലെങ്കിൽ ധരിക്കണമെന്ന് പറയുന്നത് മനുഷ്യര് മാത്രമാണ്. അല്ലെങ്കിൽ നാണം മറയ്ക്കാൻ വേണ്ടി വസ്ത്രം ധരിക്കുന്ന ഏക ജീവി യഥാർത്ഥത്തിൽ മനുഷ്യനാണ്. ഇന്ന് വസ്ത്രം ധരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ നാണം മറയ്ക്കാൻ എന്ന ഉത്തരം വളരെ പരിമിതമായി മാത്രം ലഭിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റു ജീവികൾക്ക് യഥാർത്ഥത്തിൽ വസ്ത്രത്തിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ അവയുടെ നഗ്നത ബോധ്യപ്പെടാത്ത വിധത്തിൽ പ്രകൃതിപരമായ ഒരു വസ്ത്രം, ഒരു ആഭരണം ജീവികൾക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ സൃഷ്ടിപ്പിൽ തന്നെ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വസ്ത്രത്തിന്റെ ആവശ്യമില്ല, അതിന് തൂവലുണ്ട്. മൃഗങ്ങൾക്ക് രോമമുള്ള ചർമ്മമുണ്ട്. വെളിപ്പെട്ടാൽ ഒരാളെ ഉദ്ദീപിപ്പിക്കാൻ മാത്രമുള്ള ലൈംഗിക വികാരം ഉണർത്തുന്നതല്ല പക്ഷിമൃഗാദികളുടെ അവരുടെ ശാരീരിക പ്രകൃതം എന്ന് പറയുന്നത്. പക്ഷെ മനുഷ്യൻ്റെത് അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരോട് വസ്ത്രം ധരിക്കാൻ പറയുമ്പോൾ അതൊരു സാധാരണ വിധി പോലെ അല്ല അല്ലാഹു തആല പറഞ്ഞത്. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരെ എന്ന് വിളിച്ചു എന്നത് മാത്രമല്ല അതിൽ പ്രസക്തം. അല്ലാഹു തആല ചില കാര്യങ്ങൾ കൂടി ബോധപൂർവം വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച്, മഴ പെയ്യുന്നതിനെ കുറിച്ച് ഒക്കെ ഉപയോഗിച്ച അതേ പദപ്രയോഗം എടുത്തുകൊണ്ട് യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു എന്നാണ് അല്ലാഹു തആല പറഞ്ഞത്. യഥാർത്ഥത്തിൽ വസ്ത്രമല്ല അല്ലാഹു ഇറക്കി തന്നത്. യഥാർത്ഥത്തിൽ വസ്ത്രം ധരിക്കണമെന്ന് പറയുന്ന ബോധമാണ് അല്ലാഹു തആല നമ്മുടെ മനസ്സിലേക്ക് ഇറക്കി തന്നിട്ടുള്ളത്. നിങ്ങൾ വസ്ത്രം ധരിക്കേണ്ടവരാണ് മനുഷ്യരെ എന്നാണ് അല്ലാഹുവിന്റെ അഭിസംബോധന. യാ ബനി ആദമ ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ യുവാരി സൗആതികും, നിങ്ങൾ വസ്ത്രം ധരിക്കണം
എന്ന ബോധം അല്ലാഹു തആല നിങ്ങളുടെ മനസ്സിൽ ഇറക്കി തന്നിരിക്കുന്നു. എന്നിട്ട് ആ ആയത്തിൽ വസ്ത്രത്തിന്റെ വളരെ മൗലികമായ 3 ധർമ്മങ്ങളെ കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത്. ആയത്തിൽ ഖുർആൻ പറയുന്ന ഒന്നാമത്തെ ധർമ്മം യുവാരി സൗഹാർദ്ദിക്കും, അത് നിങ്ങളുടെ നഗ്നത മറയ്ക്കാനുള്ളതാണ്. സൗഹത്ത് എന്ന വാക്കിന്റെ അർത്ഥം പുറത്ത് കാണിക്കാൻ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തത് എന്നാണ്. പുറത്ത് കാണിക്കാൻ ഒരാൾക്ക് ഇഷ്ടമില്ലാത്തതിനെ മറയ്ക്കണം എന്നതാണ് ഖുർആനിന്റെ നിർദ്ദേശം. രണ്ടാമതായി ഖുർആൻ പറഞ്ഞത് വസ്ത്രത്തിന്റെ മൗലികമായ ധർമ്മങ്ങളിൽ രണ്ടാമത്തേത് വരീഷൻ. വസ്ത്രത്തിന് മറ്റൊരു പ്രത്യേകതയുള്ളത്, അത് നിങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ്. തണുപ്പിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന, ചൂടിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്ന, കാലാവസ്ഥയുടെ രൂപവ്യത്യാസങ്ങൾ സംഭവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്നു എന്നതാണ് വസ്ത്രത്തിന്റെ രണ്ടാമത്തെ ധർമ്മം. വരീശൻ എന്ന് പറഞ്ഞിട്ട് മറ്റൊരാശയം കൂടി മുഫസ്സിറുകൾ ആ ആയത്തിന് വിശദീകരിക്കുന്നുണ്ട്. വസ്ത്രം എന്ന് പറയുന്നത് ഒരാളുടെ സുരക്ഷിതത്വം മാത്രമല്ല, ഒരാളുടെ അലങ്കാരം കൂടിയാണ്. അപ്പോൾ വസ്ത്രത്തിന് യഥാർത്ഥത്തിൽ 3 ധർമ്മങ്ങളാണുള്ളത്. ഒന്ന്, അത് നമ്മുടെ നഗ്നതയെ മറയ്ക്കുമെന്നതാണ്. രണ്ടാമത്തേത്, ആ വസ്ത്രം നമ്മുടെ ശരീരത്തിന് സുരക്ഷിതത്വം നൽകുന്നു എന്നതാണ്. മൂന്നാമത്തേത്, വസ്ത്രം നമ്മുടെ അലങ്കാരമാണ് എന്നതാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. വസ്ത്രം അത് നഗ്നത മറയ്ക്കുന്നു എന്നതും വസ്ത്രം നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു എന്ന രണ്ടാമത്തെ മൗലികമായ ധർമ്മവും, വസ്ത്രം നമുക്ക് അലങ്കാരമാണ് എന്ന് മൂന്നാമത്തെ ധർമ്മവും, ഈ ക്രമത്തിൽ ഉണ്ടായ മാറ്റവും വ്യതിയാനവുമാണ് നമ്മുടെ കാലഘട്ടത്തിൽ വസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഏറ്റവും സുപ്രധാനമായ പ്രശ്നങ്ങൾ. ഇന്ത്യയിലെ പ്രബല ന്യൂനപക്ഷ വിഭാഗമാകുന്ന മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക ജീവിതം ഈ വസ്ത്രവുമായി ബന്ധപ്പെട്ട് എത്രയധികം തവണ കേരള സാംസ്കാരിക കേരളം ചർച്ച ചെയ്തിട്ടുണ്ട്, നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ചർച്ച ചെയ്തിട്ടുണ്ട്. മുസ്ലിം സമൂഹത്തിന്റെ സാംസ്കാരിക ചിഹ്നങ്ങൾ, തൊപ്പിയാവട്ടെ, താടിയാവട്ടെ, ശിരോവസ്ത്രമാവട്ടെ, പർദ്ദയാവട്ടെ, അതൊക്കെയും മുനകൂർത്ത നോട്ടങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇഴപിരിച്ച ചർച്ചകൾക്കും വിധേയമായ ചരിത്രം മാത്രമാണ് യഥാർത്ഥത്തിൽ നമുക്കുള്ളത്, നമ്മുടെ വസ്ത്രധാരണ സ്വഭാവത്തിലുള്ളത്. അതിന്റെ അവസാനമാണ് പള്ളുരുത്തിയിലെ സെന്റ് റീത്താസ് സ്കൂളിൽ തട്ടം ധരിച്ചതിന്റെ പേരിൽ ഒരു വിദ്യാർത്ഥിനിയെ ക്ലാസ്സിൽ കയറ്റാതിരുന്ന സംഭവം എത്രമാത്രം അധാർമികവും ഭരണഘടനാ വിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമാണ് എന്ന് കേരളത്തിന്റെ മനസ്സുള്ള മനുഷ്യർ മുഴുവൻ ഒറ്റക്കെട്ടായി പറയുമ്പോഴും വർഗീയതയുടെ വിഷം മാത്രം ഉള്ളിലൂട്ടപ്പെട്ട ആ മാനേജ്മെന്റ് ആവർത്തിച്ചു പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ ഒരു മതാചാരമാണ്, മതാചാരത്തെ ഒരിക്കലും ഞങ്ങൾ സ്കൂളിൽ അനുവദിക്കില്ല എന്ന് പറയുന്നതിന്റെ, മതാചാര സ്വാതന്ത്ര്യത്തെ സംരക്ഷിക്കാൻ സർക്കാർ വളരെ ക്രിയാത്മകമായി മുന്നോട്ട് വരുമ്പോൾ ഇസ്ലാമോ ഫോബിക്കിൽ അധിഷ്ഠിതമായ മാനേജ്മെന്റ് സംവിധാനം അതിനെ എതിർത്തത് എത്ര പച്ചയ്ക്ക് വർഗീയത പറഞ്ഞുകൊണ്ടാണ് എന്ന് കേരളക്കര കേട്ടതാണ്. മതവിരോധത്തിന്റെ നിറം പകർന്നുകൊണ്ടുള്ള പ്രതികരണങ്ങൾ ഏതൊക്കെ അരമനകളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഉയർന്നത്. സ്കൂളിൽ വലിയൊരു വിഭാഗം പെൺകുട്ടികൾ വർഷങ്ങളായി അതിന്റെ ശിരോവസ്ത്രത്തിന്റെ നിരോധനത്തിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരമൊരു സന്ദർഭം ഇവിടെ നടക്കുന്നത്. സാരിയും പൊട്ടും ഓണവും ഒക്കെ ദേശചിഹ്നങ്ങളാക്കപ്പെടുന്ന സന്ദർഭത്തിൽ മുസ്ലിം വസ്ത്രങ്ങളും ഇസ്ലാമിക ആഘോഷങ്ങളും മതേതരത്വത്തിന് പുറത്തു നിൽക്കുന്ന ഒരു പ്രത്യേക മതേതരത്വം, അത് നമ്മുടെ കേരളത്തിൽ മാത്രം ഇടയ്ക്കിങ്ങനെ പൂത്ത് വിടർന്ന് അങ്ങനെ ചിലപ്പോൾ അതങ്ങനെ വിഷം പകർന്ന് ഇങ്ങനെ നിൽക്കാറുണ്ട്. ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമുകളെ കുറിച്ചും നിലനിൽക്കുന്ന വംശീയമായ മുൻവിധികൾ എത്രത്തോളം ഉണ്ട് എന്നത് ഈ സന്ദർഭം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിലേറ്റവും രസകരമായ വൈരുദ്ധ്യമായിട്ടുള്ള ഒരു കാര്യം, തലമറച്ചുകൊണ്ട് നിരന്തരമായി തലമറച്ച് മാത്രം പൊതുവിടങ്ങളിലും അവരുള്ള സ്ഥലങ്ങളിലൊക്കെയും പ്രത്യക്ഷപ്പെടുന്ന കർത്താവിന്റെ മണവാട്ടിമാർ തന്നെയാണ് തലമറച്ചതിനെതിരെ രംഗത്ത് വന്നത് എന്നതാണ് അതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറയുന്നത്. അത് അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ നിരന്തരമായി ഇരവാദം മുഴക്കി അതിനെക്കുറിച്ച് വിഷയം പറഞ്ഞിട്ട് കാര്യമില്ല. ഹിജാബിന്റെ വിഷയത്തിൽ, വസ്ത്രത്തിന്റെ വിഷയത്തിൽ മുസ്ലിം ഉമ്മത്തിലെ നമ്മുടെ ഓരോരുത്തരുടെയും മക്കളുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ ഭാര്യമാരുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ, നമ്മുടെ തന്നെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ നാം എവിടെ എത്തി നിൽക്കുന്നു, എന്തിനു നമ്മൾ ജൈവിളിക്കണം, അതിനു മുമ്പ് നമ്മുടെ ഹിജാബിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ആലോചനയാണ് നമുക്ക് പാരത്രിക ലോകത്ത് പ്രയോജനപ്പെടുക.
നഗ്നത മറയ്ക്കുക എന്ന് പറയുന്ന വസ്ത്രത്തിന്റെ ഒന്നാമത്തെ മുൻഗണന മാറ്റിമറിക്കപ്പെടുകയും വസ്ത്രം അലങ്കാരത്തിന്റെയും ഉപാധിയായി മാത്രം തീരുകയും ചെയ്തു എന്നതാണ് യഥാർത്ഥത്തിൽ വലിയ പ്രശ്നങ്ങൾ നമ്മിലും സമൂഹത്തിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അനുരണനങ്ങളാണ്. സ്വാഭാവികമായും എന്തുകൊണ്ട് ഭൂരിപക്ഷ മുസ്ലിമീങ്ങൾ ഹിജാബ് ധരിക്കുന്നില്ല, അതവരുടെ എസൻഷ്യൽ വിശ്വാസത്തിൽപ്പെട്ടതാണോ എന്ന ചോദ്യങ്ങൾ അഭിമുഖീകരിക്കൊണ്ട് വരുന്നത് യഥാർത്ഥത്തിൽ അത്തരം സന്ദർഭങ്ങളിലല്ല. അന്ത്യനാളിന്റെ അടയാളം പറയുന്നിടത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തുന്ന ഒരു പ്രയോഗമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ചില ആളുകളുണ്ട് നിസാഉൻ കാസിയാത്തുൻ ആരിയാത്ത്, വസ്ത്രം ഉടുത്തുകൊണ്ട് തന്നെ നഗ്നരാകുന്ന ആളുകൾ. ഉടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവർ ഉടുത്തിട്ടുണ്ട്. പക്ഷേ ആ ഉടുക്കൽ തന്നെയാണ് അവരുടെ നഗ്നതയുടെ അടയാളം എന്ന് ബോധ്യപ്പെടുത്തുന്ന വസ്ത്രധാരണ സങ്കല്പ രീതികളല്ലേ നമ്മുടെ കോളേജുകളിലും നമ്മുടെ സ്കൂളുകളിലും നമ്മുടെ വീടുകളിലും ആഘോഷങ്ങളിലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്നതിനെ കുറിച്ചല്ലേ യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്ത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടുന്നത്. വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കെ നഗ്നരാകുന്നവർ എന്ന പ്രയോഗമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ സങ്കല്പത്തിൽ വന്ന ഏറ്റവും വലിയ വസ്ത്രസങ്കല്പത്തിൽ വന്ന അട്ടിമറികളിലെ ഒന്നാമത്തെ അട്ടിമറി എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു യോഗം നടക്കുന്നു എന്ന് വിചാരിക്കുക. ഒരു ചെറുപ്പക്കാരൻ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നു. ഫുൾ കൈ ഷർട്ടും പാന്റും വലിയ കോട്ടൊക്കെ ധരിച്ചു വരുന്ന ഒരു മനുഷ്യൻ. അയാൾ മുഖവും മുൻകൈയും ഒഴിച്ച് സകലതും മറച്ച് സദസ്സിലേക്ക് കയറി വരുമ്പോൾ ആളുകൾ ആ മനുഷ്യനെ കുറിച്ചൊരു വിലയിരുത്തലുണ്ട്. വളരെ മാന്യനായ പക്വതയുള്ള ഒരു മനുഷ്യനാണ്. യഥാർത്ഥത്തിൽ അയാൾ അയാളുടെ മുൻകൈയും മുഖവും ഒഴിച്ച് ബാക്കിയെല്ലാം പൂർണ്ണമായി മറച്ചിട്ടാണ് വന്നത്. ആരും അയാളെ കുറിച്ച് പറയില്ല, ഈ ചൂടുകാലത്ത് കോട്ടും ചൂട്ടും ഒക്കെ ഇട്ട് വന്നിരിക്കുന്നു എന്ന് ആരും അയാളെ കുറ്റപ്പെടുത്തില്ല. അയാളുടെ ഒരു സ്റ്റാറ്റസായി നമ്മൾ അംഗീകരിക്കും. എന്നാൽ അതേ സദസ്സിലേക്ക് ഒരു സ്ത്രീ കടന്നു വരുന്നു. അവരുടെ മുഖവും മുൻകൈയും ഒഴിച്ച് ബാക്കി മുഴുവൻ മറച്ചുകൊണ്ടാണ് വരുന്നതെങ്കിൽ ആളുകളുടെ അടുത്ത് അവരുടെ നോട്ടങ്ങളിൽ വലിയ വ്യത്യാസമുണ്ടാകും. ഇതേതോ അപരിഷ്കൃതമായ ഏതോ 1500 വർഷങ്ങൾക്കപ്പുറത്തുള്ള വസ്ത്രധാരണ രീതി പുലർത്തിക്കൊണ്ടുവരുന്ന ഒരു പഴയ സംസ്കാരത്തിന്റെ പ്രതിനിധി കടന്നു വരുന്ന എല്ലാ കൂർത്ത നോട്ടങ്ങൾക്കും അവൾ വിധേയമാണ്. ഒരു സ്ത്രീ അവരുടെ സംസ്കാരത്തിന്റെയും മാന്യതയുടെയും ഉയർന്ന അടയാളമായി മാറുന്നത് അവൾ എത്ര കണ്ട് വസ്ത്രം അഴിക്കുന്നു എന്ന് പരിഗണിച്ചുകൊണ്ടാണ് എന്നൊരു ധാരണയുണ്ടല്ലോ. ഈ ധാരണയാണ് വിശുദ്ധമായ ഖുർആൻ നമ്മോട് തിരുത്തി പറയുന്നത്. പൊതുരംഗത്ത് നിരന്നുകൊണ്ടിരിക്കുന്ന പൊതുരംഗത്ത് വിൽക്കാൻ വെച്ചിരിക്കുന്നത് പോലെ അങ്ങനെ തുറന്നിട്ടുകൊണ്ട് നടക്കുന്ന സ്ത്രീകളുടെ സാഹചര്യങ്ങൾ ഇന്ന് എത്രമാത്രം വർദ്ധിച്ചിട്ടുണ്ട് എന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇസ്ലാമിലെ വസ്ത്രസങ്കല്പം എന്താണ്? അതിനെക്കുറിച്ച് ഒരൊറ്റ വാക്കാണ് വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. അതാണ് നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇസ്ലാമിന്റെ വസ്ത്രം അത് ഇന്ന വസ്ത്രമാണ് എന്ന് വിശുദ്ധമായ ഖുർആൻ പറയുന്നില്ല. പർദ്ദയാണ് മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം എന്ന് വിശുദ്ധമായ ഖുർആൻ നേർക്ക് നേരെ പറയുന്നില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് ഒറ്റ വസ്ത്രമാണ്, വലിബാസു തഖ്വ ദാലിക ഖൈർ. തഖ്വയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. സൂക്ഷ്മതയുടെ വസ്ത്രമാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളത്. വസ്ത്രം എന്ന് പറയുന്നത് അതൊരു ബോധമാണ്. വസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് മനുഷ്യനുണ്ടാവേണ്ടുന്ന ചില മൂല്യങ്ങളുടെ പ്രതീകമാണ്. ഒരാൾ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട്, മാന്യമായി വസ്ത്രം ധരിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ വ്യക്തിവിശുദ്ധിയെ കൂടി അത് അടയാളപ്പെടുത്തുന്നു എന്നതാണ് ദീനുൽ ഇസ്ലാം ലിബാസ് തഖ്വ എന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നത്. ഇന്ന വസ്ത്രം ധരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നിർദ്ദേശിച്ചിട്ടില്ല. പക്ഷേ വസ്ത്രത്തെക്കുറിച്ച് അത് ഇന്ന ബ്രാൻഡാണ് എന്ന് പറയാതെ ഇന്ന ഡ്രസ് കോഡ് എന്ന് വളരെ കൃത്യമായി ദീനുൽ ഇസ്ലാം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ അയാൾ സൂക്ഷിക്കേണ്ട പാലിക്കേണ്ട മര്യാദകളെ കുറിച്ചാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിരന്തരമായി പറഞ്ഞത്. വസ്ത്രം എന്ന് പറയുന്നത് പലപ്പോഴും അതൊരു പ്രാദേശികമായ ഒരു പ്രശ്നമാണ്. ഒരു മലയാളിയുടെ വസ്ത്രധാരണ രീതി അല്ല നമ്മൾ ഉത്തരേന്ത്യയിൽ പോയി കഴിഞ്ഞാൽ. നല്ല തണുപ്പുള്ള നാടുകളിൽ കാശ്മീരിലുള്ള വസ്ത്രധാരണ രീതി അല്ല നമ്മുടെ കേരളത്തിലുള്ള വസ്ത്രധാരണം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദീൻ പറഞ്ഞത് ഇന്ന വസ്ത്രം ധരിക്കണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ഏത് വസ്ത്രവും ധരിച്ചുകൊള്ളൂ, പക്ഷെ ആ വസ്ത്രത്തിന് ദീൻ നിശ്ചയിക്കുന്ന ചില ഗുണഗണങ്ങൾ ഉണ്ടായിരിക്കണം. അതല്ലാത്തിടത്തോളം അത് തഖ്വയുടെ വസ്ത്രമല്ല എന്നതാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ധരിച്ചിരുന്ന വസ്ത്രം അത് പ്രവാചകൻ മാത്രം ഉണ്ടാക്കിയെടുത്തൊരു വസ്ത്രമായിരുന്നു. നമ്മൾ ചരിത്രം പഠിച്ചാൽ യഥാർത്ഥത്തിൽ
ആ സമൂഹത്തിന്റെ കൂടി പ്രത്യേകത കൂടി ഉൾക്കൊണ്ടുകൊണ്ട്, ആ സമൂഹത്തിന്റെ ഉറപ്പ് കൂടി ഉൾക്കൊണ്ടുകൊണ്ടായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രധാരണ രീതി. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹിയുടെ അടുക്കൽ ഒരു മനുഷ്യൻ വന്നു. ആ മനുഷ്യൻ വന്നപ്പോൾ അദ്ദേഹത്തിന്റെ വേഷം കണ്ടപ്പോൾ പെട്ടെന്ന് നാട്ടുകാരായ ആളുകൾക്ക് വലിയ അസ്വസ്ഥതയുണ്ടായി. ഇമാം അഹ്മദ് ബിൻ ഹംബലിനും വല്ലാത്ത അസ്വസ്ഥത ഉണ്ടായി. ഇതെന്തൊരു വസ്ത്രമാണ്, കണ്ടിട്ടില്ലാത്തൊരു വസ്ത്രം, പ്രത്യേകമായ വരകളൊക്കെ വസ്ത്രത്തിൽ പൂശി കറുത്തതും വെളുത്തതുമായ വരകൾ കൊണ്ട് ഓളം സൃഷ്ടിച്ച ഒരു വസ്ത്രം കണ്ടപ്പോൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഇതെന്താണ് ഇങ്ങനൊരു വസ്ത്രം? ആ മനുഷ്യൻ ഒരു താബഈയായ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, മദീനയിൽ സഹാബാക്കൾ ഈ വസ്ത്രം ധരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഉടനെ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ ചോദിക്കുന്നു, അതിന് നീ മദീനക്കാരനാണോ? നീ മദീനക്കാരനാണെങ്കിൽ ആ വസ്ത്രം ധരിച്ചാൽ പോലെ, നീ മദീനക്കാരനാണോ? ഇതൊരു അത്യപൂർവ വസ്ത്രമാണല്ലോ എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഇത്ര കൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തി, ഞാൻ മനസ്സിലാക്കുന്നത് നീ നിന്റെ നാടിന്റെ വസ്ത്രം ദീൻ നിശ്ചയിച്ച പരിധികൾക്കുള്ളിൽ അത് ധരിക്കലാണ് യഥാർത്ഥത്തിൽ നീ ചെയ്യേണ്ടുന്നത് എന്ന് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു ഫത്വയുണ്ട്, വളരെ ഗൗരവമേറിയ ഒരു ഫത്വ. അദ്ദേഹം പറയുന്നത്, ആളുകളുടെ പ്രശസ്തിയും പ്രകടനപരതയും ലക്ഷ്യമാക്കിക്കൊണ്ട് ആളുകളിൽ നിന്ന് ഒന്ന് വ്യത്യസ്തനാകാൻ വേണ്ടി അയാൾ വസ്ത്രം ധരിച്ചാൽ അയാളുടെ വസ്ത്രധാരണത്തിന്റെ ഉദ്ദേശം, ഈ ഉദ്ദേശത്തിനപ്പുറത്ത് ദീൻ നിശ്ചയിച്ച ഒരു മാനദണ്ഡവും അയാളുടെ വസ്ത്രധാരണത്തിൽ ഇല്ലെങ്കിൽ, പ്രവാചക സ്നേഹമല്ല അയാളുടെ വസ്ത്രത്തിന്റെ ലക്ഷ്യമെങ്കിൽ അത്തരം വസ്ത്രം ഹറാമാണ് എന്ന് പറയാൻ ഞാൻ മടി കാണിക്കില്ല എന്നാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ശൈഖുൽ ഇസ്ലാം എന്ന് പാണ്ഡിത്യലോകം അംഗീകരിച്ച ആ പണ്ഡിതൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഒരു ബ്രാൻഡ് വസ്ത്രത്തെ കുറിച്ചല്ല, ഇസ്ലാം ഒരു ഡ്രസ് കോഡാണ് ഓർമ്മപ്പെടുത്തുന്നത്. വസ്ത്രത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന മര്യാദകളെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ മര്യാദകളെ അട്ടിമറിച്ചതിന്റെ ദുരന്തമാണ് ഇന്ന് സമൂഹത്തിൽ നിന്നും, മുസ്ലിം സമൂഹത്തിൽ നിന്നും, കുടുംബങ്ങളിൽ നിന്നും, ശത്രുക്കളിൽ നിന്നും പോലും ഒരു പരിധിവരെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുന്നത്. എന്താണ് അതിലൊന്നാമത്തെ മര്യാദ? ദീൻ പഠിപ്പിച്ച വസ്ത്രത്തിന്റെ ഒന്നാമത്തെ മാനദണ്ഡം എന്ത് എന്ന് ചോദിച്ചാൽ, വസ്ത്രം ഔറത്ത് മറയ്ക്കുന്നതായിരിക്കണം എന്നതാണ്. ഔറത്ത് മറയ്ക്കണം എന്ന് പറഞ്ഞാൽ, നമ്മളൊക്കെ സാധാരണ മദ്രസയിൽ പഠിച്ചിട്ടുള്ള ഒരു ഔറത്തിന്റെ കണക്കുണ്ട്. പുരുഷന്റെയും സ്ത്രീയുടെയും ഔറത്ത് എന്താണ് എന്ന് നമുക്കറിയാം. ഒരു പുരുഷൻ മുട്ടുപൊക്കിളിന്റെ ഇടയിലുള്ളത് മാത്രം മറയ്ക്കുന്നതിനാണ് ഔറത്ത് എന്ന് പറയുന്നത്. ഒരു പുരുഷൻ അയാളുടെ പൊസിഷൻ അനുസരിച്ച്, ജീവിത നിലവാരം അനുസരിച്ച്, അയാളുടെ സ്ഥാനമനുസരിച്ച്, അയാളുടെ സന്ദർഭം അനുസരിച്ച്, ആ നാട്ടിലെ പതിവ് രീതികൾ എങ്ങനെയാണോ, അവിടുത്തെ പണ്ഡിത വസ്ത്രം എങ്ങനെയാണ്, അവിടുത്തെ ഓഫീസിലെ വസ്ത്രം എങ്ങനെയാണ്, അവിടുത്തെ സാധാരണക്കാരുടെ വസ്ത്രം എങ്ങനെയാണ്, ആ വസ്ത്രം ഔറത്ത് മറയ്ക്കുന്ന വസ്ത്രം ആയിരിക്കണം എന്നതാണ്. പള്ളിയിൽ ഇമാമത്ത് നിൽക്കുന്ന ഇമാമിന്റെയും ഫുട്ബോൾ മൈതാനത്ത് ഫുട്ബോൾ തട്ടുന്ന കളിക്കാരന്റെയും വസ്ത്രം തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസത്തിന് സാധാരണഗതിയിലുള്ള ഒരു നോർമൽ ഔചിത്യബോധം മതി. ക്ലാസ്സിൽ പഠിക്കാനിരിക്കുന്ന വിദ്യാർത്ഥിയുടെ വസ്ത്രമല്ല ഓഫീസിൽ ജോലിക്ക് പോകുന്നവന്റെ വസ്ത്രം. അപ്പോൾ വസ്ത്രം ധരിക്കുമ്പോൾ പാലിക്കേണ്ട ഒന്നാമത്തെ മര്യാദ ദീൻ പഠിപ്പിക്കുന്നത് അത് അയ്യക്കൂന സാത്തിറല്ലിൽ ഔറ, അത് ഔറത്ത് മറയ്ക്കുന്നതായിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഔറത്ത് മറയ്ക്കാൻ പര്യാപ്തമായ വസ്ത്രമാണോ നമ്മുടെ മക്കൾക്ക്, നമ്മുടെ മകൾക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്? എന്റെ മകൻ ധരിക്കുന്ന വസ്ത്രം, എന്റെ മകൾ ധരിക്കുന്ന വസ്ത്രം അത് ഔറത്ത് മറയ്ക്കാൻ ഉതകുന്നതാണോ എന്ന് മാതാപിതാക്കൾ ഉറപ്പുവരുത്തേണ്ട ബാധ്യതയില്ലേ? എന്നിട്ടല്ലേ സെന്റ് റീത്താസ് പള്ളിയിലേക്ക് സെന്റ് റീത്താസ് സ്കൂളിലേക്ക് നമ്മുടെ സമരത്തിന് കൊടിപിടിക്കാൻ? നമ്മുടെ ഹിജാബിന്റെ വിഷയത്തിൽ, നമ്മുടെ കുടുംബത്തിലെ ഹിജാബിന്റെ വിഷയത്തിൽ എത്രമാത്രം നമ്മൾ ബദ്ധശ്രദ്ധരാണ് എന്നത്, അതിനേക്കാൾ മുമ്പ് നമ്മൾ നമ്മുടെ കുടുംബത്തിൽ പ്രസക്തമായ ഒരു ചോദ്യവും ആലോചനയുമല്ലേ? എന്താണോ മറയ്ക്കണമെന്ന് ദീൻ പറഞ്ഞത്, അതൊന്നും മറയ്ക്കാത്ത വസ്ത്രസങ്കല്പത്തിന്റെ ഉടമകളാണോ നമ്മുടെ മക്കൾ എന്നതിനെ കുറിച്ചുള്ള ഓർമ്മ വളരെ പ്രസക്തമാണ്. നല്ല വസ്ത്രധാരണം ധരിക്കുന്ന കുട്ടികളെ അഭിനന്ദിക്കുകയും നല്ല വസ്ത്രധാരണങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും ചെയ്യേണ്ട ബാധ്യത ഈ കുട്ടികളെ നേർമാർഗത്തിലേക്ക് നയിക്കുന്ന ആ തട്ടമിട്ട അധ്യാപികയ്ക്കും കൂടി ഉണ്ടായിരിക്കണം എന്നതാണ്. അല്ലെങ്കിൽ ഉണ്ടായിരുന്നു എങ്കിൽ എത്ര നന്നായിരുന്നു എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മൾ ആലോചിക്കേണ്ടത്. പള്ളിയിലെ സാധു സഹായ ഫണ്ടിലെ എല്ലാ സഹോദരങ്ങളും ആത്മാർത്ഥമായി സഹകരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ സദഖകളെ, ദാനധർമ്മങ്ങളെ കബൂലാക്കുമാറാവട്ടെ.
ഒരാള് പാൻറിടുക എന്നതല്ല പ്രശ്നം, പാൻറിട്ടാലും ഔറത്ത് മറയുന്നില്ല എന്നതാണ് പ്രശ്നം. സാരി കൊണ്ട് നമ്മളത് സാധാരണഗതിയിൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ സാരി കൊണ്ട് നന്നായി ഔറത്ത് മറയ്ക്കാൻ കഴിയും. 4-5 മീറ്ററുള്ള നെടുനീളെ വീതിയും നീളവുമുള്ള നല്ലൊരു വസ്ത്രം ലഭിച്ചിട്ട് അതുകൊണ്ട് ഔറത്ത് മറയ്ക്കുന്നില്ല എങ്കിൽ എവിടെയാണ് പ്രശ്നം? 5 മീറ്റർ വീതിയും നീളവുമുള്ള ഒരു തുണി വട്ടം ചുറ്റിക്കിട്ടും മറയ്ക്കേണ്ടത് മറയ്ക്കാതെ പോകുന്നുവെങ്കിൽ ആ വസ്ത്രം ധരിക്കുന്നതിന്റെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ? നമ്മുടെ കുട്ടികളെ കോളേജിലേക്ക് ഓണപരിപാടിക്ക് പറഞ്ഞു വിടുമ്പോൾ, നമ്മുടെ മക്കളെ കുട്ടികളെ സ്കൂളിലേക്ക് കോളേജുകളിലേക്ക് പറഞ്ഞു വിടുമ്പോൾ, പൊതുനിരത്തിലേക്ക് പറഞ്ഞേക്കുമ്പോൾ അവർ ധരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച്, ഞാൻ മേടിച്ചു കൊടുത്ത വസ്ത്രത്തെക്കുറിച്ച് അത് സാത്തറല്ലിൽ ഔറ, ദീൻ നിശ്ചയിച്ച 1ാമത്തെ മാനദണ്ഡത്തെ പൂർത്തീകരിക്കുന്നുണ്ടോ എന്ന് പ്രിയപ്പെട്ട മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മറച്ചിട്ടും മറയ്ക്കാത്ത ആളുകൾ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ 2ാമത്തെ കാര്യം, ഒരാളുടെ വസ്ത്രം അയാളുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിക്കുന്നതായിരിക്കണം എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅനല്ലാഹുൽ മുതശബ്ബിഹീന മിനൽ റിജാലി ബിന്നിസാ വൽ മുതശബ്ബിഹാതി മിനൻ നിസാഇ ബിർരിജാൽ. സ്ത്രീകളോട് സാമ്യമായ വസ്ത്രം ധരിക്കുന്ന പുരുഷന്മാർ, പുരുഷന്മാരോട് സാമ്യമായ വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ. നിങ്ങളൊന്നും നോക്കേണ്ടതില്ല. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ഒന്ന് റോഡിൽ നിന്നാൽ, ഒരു ബുധനാഴ്ച ദിവസം യൂണിഫോം ധരിക്കാത്ത ദിവസം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കത് ബോധ്യപ്പെടും. നമ്മുടെ മക്കളാണ് ഇത്തരത്തിലുള്ള അഴിഞ്ഞാട്ടത്തിന്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് പോകുന്നത്. ഹിജാബിനെതിരെ സമരം ചെയ്യാൻ നമുക്ക് എന്ത് ക്രെഡിബിലിറ്റിയാണുള്ളത്? ആണിന്റെ വസ്ത്രവും പെണ്ണിന്റെ വസ്ത്രവുമാണ് ധരിക്കേണ്ടുന്നത് എന്ന് ദീൻ നിശ്ചയിച്ച വസ്ത്രമാണ്. നമ്മുടെ നാടിന്റെ രീതിയും സ്വഭാവവും അനുസരിച്ചാണ് ആണിന്റെ വസ്ത്രവും പെണ്ണിന്റെ വസ്ത്രവും ധരിക്കേണ്ടുന്നത്. അത് ഒരാളുടെ വ്യക്തിത്വത്തിന്റെ അടയാളമാണ്, ഒരാളുടെ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുന്നു ആ വസ്ത്രരീതി എന്നാണ് ദീൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത്, ഈ ബോധം നമ്മുടെ കുട്ടികൾക്കെങ്കിലും ഏറ്റവും കുറഞ്ഞത് നമ്മൾ പകർന്നു കൊടുക്കണം. നമ്മൾ പറയും, എൻ്റെ മകൾ ചെറിയ കുട്ടിയാണ്, എൻ്റെ ചെറിയ കുട്ടിക്ക് അവർക്ക് എന്താണ് പ്രശ്നം? അവർക്ക് കൈയില്ലാത്ത ഉടുപ്പ് ഇപ്പോൾ വാങ്ങിച്ചു കൊടുത്താൽ അത് ചെറിയ പ്രായമല്ലേ എന്ന് നമ്മൾ പറഞ്ഞ് പലപ്പോഴും നമ്മളത് തള്ളിക്കളയും. പ്രശ്നമുണ്ട് എന്നാരും പറഞ്ഞിട്ടില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, ചെറിയ കുട്ടികൾക്ക് ഇമാം അവർകളെ സ്വർണ്ണമിടാൻ എന്തെങ്കിലും ദീനിൽ അനുവാദമുണ്ടോ? മഹാനായ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ മറുപടി, അദ്ദേഹം പറഞ്ഞത്, ഇടാതിരിക്കുന്നതാണ് എനിക്കിഷ്ടം. ഉടനെ അയാൾ ചോദിക്കാനിരുന്ന ചോദ്യം, കുട്ടിക്ക് പ്രായമായിട്ടില്ലല്ലോ എന്നാണ്. പക്ഷെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, എനിക്ക് ഇടാതിരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന് അദ്ദേഹം മറുപടി നൽകി. അദ്ദേഹം പറഞ്ഞതിന്റെ ഉദ്ദേശം അവൻ പ്രായപൂർത്തിയാവുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതേസമയം നിങ്ങൾ ചെറിയ കുട്ടികൾക്ക് സ്വർണം ഉപയോഗിച്ചു കൊടുത്താൽ ആ ശീലം അവൻ വളരുന്നതിനോടൊപ്പം വളർന്നാൽ അതിന്റെ ഉത്തരവാദി അതിട്ടുകൊടുത്ത പിതാവും മാതാവുമായിരിക്കും എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മുടെ മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കുമ്പോൾ ഇത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ മക്കൾ ഏത് വസ്ത്രമാണോ നമ്മൾ തിരഞ്ഞെടുത്തു നൽകുന്നത് അത് അവരുടെ നഗ്നത മറയ്ക്കുന്ന വസ്ത്രമല്ല എങ്കിൽ, മുതിരുമ്പോഴും അവർ ആ ശീലം തുടരുന്നുവെങ്കിൽ നിങ്ങളാണ് അതിന്റെ പ്രതി എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പണ്ഡിതോചിതമായി നൽകിയ മറുപടി. അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അവന്റെ താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിച്ചു തുടങ്ങും, അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവളും വസ്ത്രം ധരിച്ചു തുടങ്ങും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ വസ്ത്രം ധരിക്കുമ്പോൾ അവന്റെ പരിഗണനകളിൽ 2ാമത്തേത് അവളുടെ വ്യക്തിത്വത്തെ സംരക്ഷിക്കുന്നതായിരിക്കണം ആ വസ്ത്രം. അധ്യാപകന്റേതായ ഒരു വസ്ത്രമുണ്ട്, പാടത്ത് പോകുന്ന ഒരു വസ്ത്രമുണ്ട്, പണിയെടുക്കുന്നയാൾക്ക്, കൂലിപ്പണി ചെയ്യുന്നയാൾക്ക് അയാൾ ആ പണി സമയത്ത് ധരിക്കുന്ന ഒരു വസ്ത്രമുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോന്നിനും കൃത്യമായ ഔചിത്യബോധം വസ്ത്രത്തിന്റെ വിഷയത്തിൽ നിർണയിച്ചു നൽകി. ദീൻ പഠിപ്പിച്ച 3ാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുലു വഷ്റബു വതസദ്ദഖു വൽബസു ഫീ ഗൈരി ഇസ്റാഫിൻ വലാ മഖീലത്തിൻ. നിങ്ങൾ മാന്യമായ വസ്ത്രം ധരിച്ചോളൂ, പക്ഷെ വസ്ത്രത്തിന്റെ വിഷയത്തിൽ ദൂർത്തും ദുർവ്യയവും പാടില്ല. ദൂർത്തും ദുർവ്യയവും വസ്ത്രത്തിന്റെ പാടില്ല. അത് പ്രത്യേകം തിരിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏത് ആഘോഷം വന്നാലും, ഓണം വന്നാലും, ക്രിസ്മസ് വന്നാലും, പെരുന്നാൾ വന്നാലും,
ഏതാഘോഷങ്ങൾ വന്നാലും ഈ ആഘോഷങ്ങൾ മുഴുവൻ കടകൾ നിറയ്ക്കുന്നത് യഥാർത്ഥത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ പ്രതിനിധികളായ നമ്മളും നമ്മുടെ കുടുംബവും ഒക്കെ അല്ലേ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ധൂർത്തിന്റെ വഴികളിൽ നിരന്തരമായി അഭിരമിച്ചുകൊണ്ടിരിക്കുകയും ദിവസങ്ങളുടെ പ്രത്യേകതകൾക്കനുസരിച്ച് വസ്ത്രം മാറി മാറി മേടിക്കുകയും ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ നമ്മളോരോരുത്തരും. നല്ല വസ്ത്രം ധരിക്കേണ്ട എന്നാരും പറഞ്ഞിട്ടില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ മറ്റൊരു ഡ്രസ്സ് വാങ്ങിത്തരുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇപ്പോൾ നിലവിലുള്ള വസ്ത്രത്തിന്റെ അവസ്ഥ എന്ത് എന്ന് ചോദിക്കാനുള്ള ധാർമ്മികമായ ദീനീബോധം, ആ ബാധ്യത നിങ്ങൾക്കുണ്ട് എന്നതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ കല്യാണത്തിനിട്ട ഡ്രസ്സ് അടുത്ത കല്യാണത്തിനിടാൻ മക്കളും ഭാര്യയും സമ്മതിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വസ്ത്രത്തിന്റെ വാങ്ങലുകളിൽ, നിങ്ങളുടെ വസ്ത്രത്തെക്കുറിച്ചുള്ള ബോധ്യത്തിൽ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞ ഈ മൂന്നാമത്തെ മാനദണ്ഡം നിങ്ങൾ തല്ലിപ്പൊളിച്ചു എന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വസ്ത്രത്തിന് ദൂർത്തില്ല എന്നാണ് പല ആളുകളും വിചാരിച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറയുന്നിടത്ത് ഹദീസിൽ കാണാം, വർഷത്തിൽ 2 ഡ്രസ്സായിരുന്നു റസൂൽ എടുത്തിരുന്നത്. വർഷത്തിൽ 2 ഡ്രസ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത പെട്ടെന്ന് വലിയ പെരുന്നാളിലേക്കും ചെറിയ പെരുന്നാളിലേക്കും പോകും. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിക്കുന്ന ഹദീസിൽ കാണാം എങ്ങനെയാണ് ആ 2 വസ്ത്രം അവിടുന്ന് വാങ്ങിച്ചിരുന്നത് എന്ന് വിശദീകരിക്കുന്നിടത്ത് സഹാബാക്കൾ പറയുന്നുണ്ട്, ഞങ്ങൾ ശൈത്യകാലത്തിന്റെ ആരംഭത്തിൽ ഒരു വസ്ത്രമെടുക്കും. ശൈത്യകാലത്തെടുക്കുന്ന വസ്ത്രം വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ കഴിയാത്തത് കൊണ്ട് രണ്ടാമത്തേത് ഞങ്ങൾ വേനൽക്കാലത്തിന്റെ ആരംഭത്തിൽ ഒരു വസ്ത്രം എടുക്കും. നല്ല വില കൂടിയ വസ്ത്രം വാങ്ങിക്കുന്നതിന്റെ ന്യായം, 3000 രൂപയുടെയും 5000 രൂപയുടെയും ഷർട്ട് വാങ്ങിക്കുന്നതിന്റെ ന്യായം അത് കുറെ നാൾ നിലനിൽക്കുമെന്നാണെങ്കിൽ, അങ്ങനെ നിലനിൽക്കുകയും ചെയ്യുമെങ്കിൽ അതിനൊരു പ്രശ്നമില്ല. പക്ഷേ നല്ല വിലയുള്ള വസ്ത്രം വാങ്ങിക്കുന്നതിന് 300 രൂപയുടെയും 3000ത്തിന്റെയും വസ്ത്രത്തിന് ഒരേ ഡ്യൂറേഷനാണ് ഉള്ളത് എങ്കിൽ ആ പറയുന്നതിൽ ന്യായമില്ല, അത് ധൂർത്തിന്റെ പരിധിയിൽ വരും എന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ദീൻ പറയുന്നത്. പുതിയ വസ്ത്രം എടുക്കുന്ന സന്ദർഭത്തിൽ ഇതെന്റെ ധൂർത്തിന്റെ ഭാഗമാണോ എന്ന ആലോചന വളരെ പ്രധാനപ്പെട്ടതാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മൻ ലബിസ സൗബ സുഹറത്തിൻ ഫിദ് ദുനിയ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ യൗമൽ ഖിയാമ. ആരെങ്കിലും പെരുമ നടിക്കാൻ വേണ്ടി, പ്രൗഢി നടിക്കാൻ വേണ്ടി ഒരു വസ്ത്രം ഇങ്ങനെ മാറി മാറിക്കൊണ്ടേയിരുന്നാൽ അന്ത്യനാളിൽ അൽബസഹുല്ലാഹു സൗബ മദല്ലത്തിൻ, നിന്ദ്യതയുടെയും ഇടിച്ചു താഴ്ത്തലിന്റെയും വസ്ത്രമായിരിക്കും പരലോകത്തവനെ കാത്തിരിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. നമ്മൾ വസ്ത്രമെടുക്കുമ്പോഴും നമ്മുടെ മക്കളെ ധരിപ്പിക്കുമ്പോഴും ഈ ശീലമുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഞാനും നിങ്ങളും നമ്മുടെ വീടുകളിലെ അലമാര ഒന്ന് തുറന്നു നോക്കി, എത്രത്തോളം ഡ്രസ്സുകളായിരിക്കും അതിലിരിക്കുന്നത്. 1ഉം 2ഉം ഇട്ടിട്ട് 3ാമത് അലക്ക് തേച്ച് ഇതിടാൻ വേണ്ടി എടുത്തു തരുമ്പോൾ അത് ഗുണമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന എത്രയോ ഡ്രസ്സുകൾ നമ്മുടെയൊക്കെ അലമാരകളിൽ നമ്മൾ ഭദ്രമായി മടക്കി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 1ഓ 2ഓ പ്രാവശ്യത്തെ കൗതുകം കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഉപയോഗിക്കാതെ അനാഥമായിരിക്കുന്ന വസ്ത്രക്കൂമ്പാരങ്ങൾ നമ്മുടെയൊക്കെ വീട്ടിലില്ലേ? അങ്ങനെ വസ്ത്രത്തിന് വേണ്ടി പൊടിച്ചു കളയുന്ന പൈസയുടെ പേരിൽ അള്ളാഹുവിന്റെ മുമ്പിൽ സമാധാനം ബോധിപ്പിക്കേണ്ടി വരും എന്ന ആലോചന നമുക്കുണ്ടാവേണ്ടതല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച വസ്ത്രവുമായി ബന്ധപ്പെട്ട 3ാമത്തെ തത്വം, ധൂർത്തും ദുർവ്യയവും വസ്ത്രത്തിന്റെ വിഷയത്തിൽ ദുർവ്യയം ഉണ്ടാവുന്നുണ്ടോ എന്നതിനെ കുറിച്ചുള്ള ആലോചന വേണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം ഇങ്ങനെ പിശുക്കി നടക്കണം എന്ന അർത്ഥവുമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. അണുമണി തൂക്കം അഹങ്കാരമുള്ളവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി നബിയോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഫഖാല റജുലുൻ ഇന്ന റജുല യുഹിബ്ബു അൻ യകൂന സൗബുഹു ഹസനൻ വനഅലുഹു ഹസന. ഒരാൾ തന്റെ വസ്ത്രം ശുദ്ധിയുള്ളതായിരിക്കണം, ഒരാൾ തന്റെ ചെരുപ്പ് നല്ല ചെരുപ്പായിരിക്കണം എന്ന് ആഗ്രഹിച്ചത് തെറ്റാണോ? റസൂലുള്ളാഹി പറഞ്ഞു, ഒരിക്കലുമില്ല. ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ അൽ കിബ്റു ബത്റുൽ ഹഖി വഗംതുൻ നാസ്. വസ്ത്രം എന്ന് പറയുന്നത് പെരുമയുടെ മാത്രം അടയാളമായി, മറ്റുള്ളവരെ നിന്ദിക്കാനുള്ള ഉപകരണമായി, മറ്റുള്ളവരുടെ മനസ്സിൽ ഇവനെ പോലെ എനിക്ക് വസ്ത്രം എടുക്കാൻ കഴിയുന്നില്ലല്ലോ, അത്രമാത്രം വസ്ത്ര സമൃദ്ധിയിൽ ജീവിക്കാൻ, മറ്റൊരാളുടെ വേദനയിൽ അതിന് കാരണമാവുന്നുവെങ്കിൽ, വേദനയ്ക്ക് കാരണമാവുന്നുവെങ്കിൽ ആ വസ്ത്രമാണ് നിഷിദ്ധമാവുന്നത്. മാന്യമായ വസ്ത്രം ധരിക്കണം. വസ്ത്രത്തിന്റെ വിഷയത്തിൽ അത് ദൂർത്താണ് പ്രശ്നമുള്ളത്, പിശുക്ക് പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം നിർദ്ദേശിക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥികളെ സ്വീകരിക്കാൻ പോകുമ്പോൾ പ്രത്യേകമായി ഒരു വസ്ത്രം ധരിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. ഹുല്ലത്തുൻ,
പ്രത്യേകമായ ഒരു വസ്ത്രം അതിഥികളെ സ്വീകരിക്കുന്നതിന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പക്കലുണ്ടായിരുന്നു. വസ്ത്രധാരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ നിർദ്ദേശങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു നിർദ്ദേശം, വസ്ത്രം ജരിയാണിക്ക് താഴെ പോകരുത് എന്ന നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കുന്നത് കാണാം. എന്താണ് വസ്ത്രം ജരിയാണിയുടെ താഴെ പോയ പ്രശ്നം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതിന്റെ പിന്നിലെ ഒരാളുടെ ബോധമാണ് പ്രശ്നം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ലാ യൻദുറുല്ലാഹു യൗമൽ ഖിയാമത്തി ഇലാ മൻ ജറ ഇസാറഹു ബതറ. അഹങ്കാരത്തോടു കൂടി വസ്ത്രം ധരിക്കുന്നവനെ അല്ലാഹു തആല ഒരിക്കലും നോക്കില്ല. ഇത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ഇന്ന അഹദ ശിഖ്ഖൈ ഇസാരി യസ്തർഖി ഇല്ലാ അൻ അതആഹദ ദാലിക മിൻഹു. അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ വസ്ത്രം ധരിക്കുമ്പോൾ എന്റെ വസ്ത്രത്തിന്റെ ഒരു ഭാഗം ഞെരിയാണിയുടെ ഭാഗത്തേക്ക് ഊർന്ന് താഴ്ന്നു കിടക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന്റെ വിശദീകരണം നൽകുന്നുണ്ട്. ഇന്നക ലസ്ത മിമ്മൻ യസ്നഉ ദാലിക ഖുയല. താങ്കളത് അഹങ്കാരത്തോടുകൂടി ചെയ്യുക അല്ലല്ലോ അബൂബക്കർ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന് നോക്കൂ, വസ്ത്രത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അതിന്റെ മൂന്നാമത്തെയും നാലാമത്തെയും മര്യാദകൾ പഠിപ്പിക്കുമ്പോൾ അഹങ്കാരവുമായി ചേർത്ത് വെച്ചുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നത്. ആവശ്യത്തിനും അപ്പുറത്ത് അഹങ്കാരത്തിലേക്ക്, അലങ്കാരത്തിലേക്കുമല്ല അഹങ്കാരത്തിലേക്ക് ആ വസ്ത്രത്തിന്റെ മാനദണ്ഡം മാറി മറിയുമ്പോൾ പ്രിയപ്പെട്ടവരെ, സ്വാഭാവികമായും നമ്മുടെ വസ്ത്രധാരണ സങ്കല്പത്തിലെ ചില പ്രശ്നങ്ങളെ കുറിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത്. അലങ്കാരവും അഹങ്കാരവും വേർതിരിച്ചറിയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ പള്ളികളിൽ തീരെ ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർ നിൽക്കുന്നതിന്റെ പുറകിൽ ഒരു വിരിപ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണും. ചിത്രങ്ങളും പുള്ളികളും ഒക്കെയുള്ള വസ്ത്രം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്നത് ആ വിരിപ്പിന് അഭിമുഖമായി നിന്നുകൊണ്ട് ഒരൽപ്പം മാറി നിന്നുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു തആലയുടെ വിശദീകരണം ചോദിക്കുന്നുണ്ട്. ഇത് എനിക്ക് സമ്മാനമായി കിട്ടിയതാണ് എന്ന് പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആയിഷ ഇത് ഇവിടെ നിന്ന് മാറ്റണം, ഇത് നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കും. നമ്മുടെ പള്ളികളിൽ നമസ്കരിക്കാൻ വരുന്ന യുവാക്കളുടെ, പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ പുറകിൽ നിൽക്കുന്ന, സഫിൽ നിൽക്കുന്ന ആളുകൾ പുറകിലെ ടീഷർട്ടിലെ മുഴുവൻ എഴുത്തുകളും വായിച്ചു തീർത്ത്, ഒരു എസ്സേ പോലെയുള്ള എഴുത്തുകൾ മുഴുവൻ വായിച്ചു തീർക്കാൻ നമസ്കാരത്തിന് സമയം കണ്ടെത്തി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ആ ഒരവസ്ഥ സൃഷ്ടിക്കുന്നുവെങ്കിൽ വസ്ത്രം ധരിച്ച ആള് അതുണ്ടാക്കുന്ന പ്രശ്നം എത്ര ഗുരുതരമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. മറ്റൊരാളുടെ നമസ്കാരത്തിന്റെ ശ്രദ്ധ തെറ്റിച്ചിരിക്കുന്നത് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രമാണെങ്കിൽ യഥാർത്ഥത്തിൽ ആരാണ് തെറ്റുകാരൻ? തീർച്ചയായിട്ടും വസ്ത്രം ധരിച്ച ആളാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വെക്കുന്നത്. ഔറത്ത് മറച്ചു എന്നതല്ല പ്രശ്നം. എന്റെ വസ്ത്രം കൊണ്ട് ഒരാളുടെ നമസ്കാരത്തിന് വിഘ്നമുണ്ടാകുന്നുവെങ്കിൽ, കുനിയുമ്പോഴും നൂഴുമ്പോഴും പുറകിൽ നിൽക്കുന്ന ആള് എന്റെ ഔറത്ത് കാണുന്നുവെങ്കിൽ ആ നമസ്കാരത്തിന് വിഘ്നം സൃഷ്ടിച്ചതിന് ഈ വസ്ത്രം ധരിച്ചു കൊണ്ടുവന്ന ആള് പ്രതിയാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വസ്ത്രം വൃത്തിയായിരിക്കണം എന്നത് പ്രവാചകന്റെ മറ്റൊരു നിർദ്ദേശമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ അലഖ്, അത് പൂർത്തിയാവുന്നതിന് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുൽ മുദ്ദസ്സിറിൽ പ്രവാചകന്റെ നിർദ്ദേശത്തിൽ രണ്ടാമത്തേത് യാ അയ്യുഹൽ മുദ്ദസ്സിർ ഖും ഫഅൻദിർ. പ്രവാചകരെ സമൂഹത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ വസിയാബക ഫതഹിർ, താങ്കളുടെ വസ്ത്രം ശുദ്ധിയായിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയപ്പെട്ട മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വസ്ത്രവുമായി ബന്ധപ്പെട്ട നമ്മുടെ നിലപാടുകളെ ഒന്ന് തിരുത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കുവാനും അമൽ ചെയ്യുവാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ കുടുംബത്തിന്റെയും മക്കളുടെയും വസ്ത്രസങ്കല്പം അത് ദീനിയായ വസ്ത്രസങ്കല്പമാക്കി മാറ്റുവാനും ഇസ്സത്തോടുകൂടി ദീനിന്റെ മാർഗത്തിൽ എഴുന്നേറ്റ് നിൽക്കുന്ന യഥാർത്ഥ ഉമ്മത്തിന്റെ ഭാഗമാക്കി അല്ലാഹു തആല നമ്മുടെ കുടുംബത്തെയും മക്കളെയും ആ നിലയിൽ സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.